ഇക്കൊല്ലത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആകെ 132 പേരാണ് പുരസ്കാരങ്ങൾ നേടിയത്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പുരസ്കാരങ്ങളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഉൾപ്പെടെ 5 പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. നർത്തകിയും നടിയുമായ വൈജയന്തിമാല, നടൻ ചിരഞ്ജീവി, നർത്തകി പത്മ സുബ്രഹ്മണ്യം, അന്തരിച്ച സാമൂഹിക പ്രവർത്തകൻ ബിന്ദേശ്വർ പഥക് എന്നിവർക്കും പത്മവിഭൂഷൺ ലഭിച്ചു. മലയാളിയായ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി എം ഫാത്തിമ ബീവി, BJP നേതാവ് ഒ രാജഗോപാൽ, ഗായിക ഉഷ ഉതുപ്പ്, സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയായ ഫോക്സ്കോൺ CEO തായ്വാൻ സ്വദേശി യങ് ലിയു, മുൻ കേന്ദ്രമന്ത്രി റാം നായിക്, അന്തരിച്ച നടൻ വിജയകാന്ത് എന്നിവരുൾപ്പെടെ 17 പേർക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായി, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, കാസർകോട്ടെ പരമ്പരാഗത നെൽകർഷകൻ സത്യനാരായണ ബലേരി, തെയ്യം കലാകാരൻ EP നാരായണൻ, P ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ് എന്നീ മലയാളികളടക്കം 110 പേർക്കാണ് പത്മശ്രീ. രാജ്യത്തെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ പാർവതി ബറുവ, ഛത്തീസ്ഗഡിലെ ആദിവാസി ക്ഷേമ പ്രവർത്തകൻ ജാഗേശ്വർ യാദവ്, ജാർഖണ്ഡിലെ ഗോത്ര പരിസ്ഥിതി വനിതാ ശാക്തീകരണ പ്രവർത്തക ചാമി മുർമു, പശ്ചിമബംഗാളിലെ ആദിവാസി പരിസ്ഥിതി പ്രവർത്തകൻ ദുഖു മാജി, ദക്ഷിണ ആൻഡമാനിലെ ജൈവ കർഷക K ചെല്ലമ്മാൾ, പശ്ചിമബംഗാളിൽ നിന്നുള്ള ശില്പിയായ രുദ്രപാൽ എന്നിവരും പത്മശ്രീ നേടി. കായിക താരങ്ങളായ റോഹൻ ബൊപ്പണ്ണ, ജോഷ്ന ചിന്നപ്പ എന്നിവരും പത്മശ്രീ നേടിയവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. പത്മ പുരസ്കാരങ്ങളിൽ 9 മരണാനന്തര ബഹുമതിയാണ്. ജേതാക്കളിൽ 30 പേർ വനിതകളാണ്. രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂറിനെ 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ദിനത്തോടനുബന്ധിച്ച് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.